പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാധവ് ഗാഡ്ഗിലിനെ കുറിച്ചും അതേപോലെ തന്നെ കസ്തൂരിരംഗ സമിതിയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഓവറായിട്ടൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് 2 ടോപ്പിക്കുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു സമിതിയെക്കുറിച്ചുള്ള കുറച്ച് ഡീപ്പായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പേപ്പറും പേനയുമായിട്ട് അല്ലെങ്കിൽ ഒരു ബുക്കും പേനയുമായിട്ടിരിക്കുക. നിങ്ങൾക്ക് കിട്ടാത്ത പോയിന്റുകൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക, പിന്നെയും റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ സോഴ്സുകളിൽ നിന്ന് എന്ത് ചെയ്യുക, കണ്ടെത്തി മാക്സിമം പഠിച്ച് പെട്ടെന്ന് ജോലി വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ പറഞ്ഞു, മുൻപത്തെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, അതും കൂടി കണ്ടിട്ട് വരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലേക്ക് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ ക്ലാസ്സുകൾ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ പശ്ചിമഘട്ട സമിതികളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തേത് നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്, 2010 ഗാഡ്ഗിൽ കമ്മിറ്റി. അപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച വെസ്റ്റേൺ ഗാഡ്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ WGEEP, അതായത് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയാണെന്ത്, നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഗാഡ്ഗിൽ കമ്മിറ്റി 2010 കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച വെസ്റ്റേൺ ഗാഡ്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ WGEEP അല്ലെങ്കിൽ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയാണെന്ത്, നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ്, പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠനം നടത്തുവാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് നമ്മുടെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റിയിട്ടുള്ള പഠനം നടത്താനായിട്ട് ആര് നിയമിച്ചു, കേന്ദ്ര സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റിയാണെന്ത്, നമ്മുടെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റി, അതാണ് നമ്മുടെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഓക്കെ, അടുത്ത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 12 താലൂക്കുകൾ പൂർണ്ണമായും 2 താലൂക്കുകൾ ഭാഗികമായും പരിസ്ഥിതി ലോല മേഖലയാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം, ആ ഒരു റിപ്പോർട്ട് പ്രകാരം എന്താണ്, കേരളത്തിലെ 12 താലൂക്കുകൾ പൂർണ്ണമായിട്ടും അതിൽ 2 താലൂക്കുകൾ ഭാഗികമായിട്ടും എന്താണ്, പരിസ്ഥിതി ലോല മേഖലയാണ്. അപ്പോൾ അവിടെ മനുഷ്യ പരിപാടികളൊന്നും പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 12 താലൂക്കുകൾ പൂർണ്ണമായിട്ടും അതിൽ 2 താലൂക്കുകൾ ഭാഗികമായിട്ടും എന്താണ്, പരിസ്ഥിതി ലോല മേഖലയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. കറക്റ്റായിട്ട് മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ സജഷനാണെന്ത്, അടുത്ത വീഡിയോസ് നമുക്ക് ചെയ്യുമ്പോൾ ആ ഒരു തെറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാഡ്ഗിൽ കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞു. അടുത്ത് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് നമുക്കറിയാം, പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ്. അപ്പോൾ നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്, പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ്. പ്രാഥമിക ലക്ഷ്യം പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വേർതിരിക്കുകയും അവയുടെ സംരക്ഷണത്തിലുള്ള നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ മാധവ് ഗാഡ്ഗിൽ അല്ലെങ്കിൽ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്, അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്, പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങൾ എന്ത് ചെയ്യുക, വേർതിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്യുക. എല്ലാ നമ്മുടെ കമ്മിറ്റികളും എന്താണ്, അത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് 2011 ഓഗസ്റ്റ് 31 ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് സമർപ്പിച്ചു, 2011 ഓഗസ്റ്റ് 31 ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ് അവർ സജസ്റ്റ് ചെയ്തത്. ഓക്കെ, ഞാൻ പറയാറുള്ള സജഷൻ ഉണ്ടല്ലോ, കമൻ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യണമെന്ന്. അതേപോലെ നമ്മുടെ എന്ത് ചെയ്തു, നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റി കുറച്ച് ശുപാർശകൾ എന്ത് ചെയ്തു, മുന്നോട്ട് വച്ചു. എന്തൊക്കെയാണ് അത്, ഓഗസ്റ്റ് 2011 മുഴുവൻ മലനിരകളെയും
പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് മാറ്റാൻ ശുപാർശ ചെയ്തത് നമ്മുടെ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയാണ്. അപ്പോൾ ഓഗസ്റ്റ് 2011 മുതൽ തന്നെ നമ്മുടെ മുഴുവൻ മലനിരകളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് മാറ്റാൻ ശുപാർശ ചെയ്തത് ആരാണ്? അത് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയാണ്. വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജി എക്സ്പെർട്ട് പാനലാണ് അങ്ങനെ നിർദ്ദേശിച്ചത്. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയെ നിയമിച്ചതാരാണ്? കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പാണ്. അപ്പോൾ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയെ നിയമിച്ചതാരാണ്? കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പാണ്. പശ്ചിമഘട്ട അതിർത്തിയിലെ 142 താലൂക്കുകളെ പരിസ്ഥിതി ലോല മേഖലകൾ എക്കോ സെൻസിറ്റീവ് സോൺസ് എന്ന് പറയുമ്പോൾ 1, 2, 3 അതേപോലെ തന്നെ ESZ എക്കോ സെൻസിറ്റീവ് സോണിനെയാണ് ESZ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? 1, 2, 3 അങ്ങനെ മേഖലകളായിട്ട് എന്ത് ചെയ്തു? തരംതിരിച്ചു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ എന്താണ്? പശ്ചിമഘട്ട അതിർത്തിയിലെ 142 താലൂക്കുകളെ എന്തായി? പരിസ്ഥിതി ലോല മേഖല അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് സോണായിട്ട് തരംതിരിച്ചു. എങ്ങനെ? 1, 2, 3 അങ്ങനെ 3 മേഖലകളായിട്ട് എന്ത് ചെയ്തു? പശ്ചിമഘട്ട അതിർത്തിയിലെ 142 താലൂക്കുകളെ എന്ത് ചെയ്തു? തരം തിരിച്ചു. ഓക്കെ ആണല്ലോ? ഓക്കെ. എല്ലാ തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരിക്കുന്ന മേഖല. അവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും പാടില്ല എന്ന് പറയുന്ന മേഖല. എക്കോണമിക് സെൻസിറ്റീവ് സോൺ എത്ര? 1. അപ്പോൾ ESZ സോൺ 1 എന്ന് പറയുന്ന മേഖലയിൽ അവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും പാടില്ല. ഇപ്പോൾ എങ്ങനെയാണോ അതേപോലെ എന്ത് ചെയ്യണം? അവിടെ അങ്ങനെ നിലനിർത്തി പോകണം. അപ്പോൾ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരിക്കുന്ന മേഖല 1ാമത്തെ മേഖലയാണ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത്, പുതിയ വൻകിട അണക്കെട്ടുകൾ അനുവദിക്കരുത് എന്ന് പറയുന്ന മേഖല ഏതാണ്? അതും നമ്മുടെ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ 1ാമത്തെ മേഖലയാണ്. അപ്പോൾ അവിടെ ഒരു വൻകിട അണക്കെട്ടുകളും അനുവദിക്കരുത് എന്ന് പറയുന്ന മേഖല ഏതാണ്? 1ാമത്തെ മേഖലയിലാണ്. അവിടെ ഒരു പരിപാടിയും പാടില്ല. അടുത്ത്, കേരളത്തിൻ്റെ ആതിരപ്പള്ളി പദ്ധതിയും കർണാടകത്തിൻ്റെ ഗുണ്ടിയ ജലവൈദ്യുത പദ്ധതിയും ഉൾപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് ഈ ഒരു 1ാമത്തെ മേഖലയാണ്. അപ്പോൾ ഇതൊന്നും അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ആതിരപ്പള്ളി പദ്ധതിയും കർണാടകത്തിൻ്റെ ഗുണ്ടിയ ജലവൈദ്യുത പദ്ധതിയും ഉൾപ്പെടുന്നത് ഈ എക്കോണമിക് സെൻസിറ്റീവ് സോൺ 1ലാണ് ഉൾപ്പെടുന്നത്. പക്ഷേ അവിടെ എന്ത് പാടില്ല? ഇതൊന്നും പാടില്ല. ഓക്കെ, ഇത് മനസ്സിലായെന്ന് കരുതുന്നു. സിമ്പിൾ കാര്യങ്ങൾ. ഓക്കെ, ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷൻ. അപ്പോൾ ഗാഡ്ഗിൽ കമ്മീഷൻ പറഞ്ഞു ഈ ഒരു നമ്മുടെ കർണാടകയിലെ ഗുണ്ടിയ ജലവൈദ്യുത പദ്ധതിയും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയും എക്കോണമിക് സെൻസിറ്റീവ് സോൺ 1ലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു പദ്ധതിക്ക് ഓക്കെ പറയണ്ട എന്നും പറഞ്ഞ ആ ഒരു ശുപാർശ ചെയ്ത കമ്മീഷണറാണ്. ആ ഒരു പദ്ധതിക്ക് അംഗീകാരം നൽകണ്ട, ഈ ഒരു ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകണ്ട എന്ന് പറഞ്ഞ കമ്മീഷനാണ് നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷൻ. ഓക്കെ ആണല്ലോ? സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മൾ ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട സിമ്പിൾ കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത്, താഴെ തട്ടിൽ നിന്ന് മുകളിലേക്കുള്ള പ്രവർത്തനത്തിന്, അതായത് ഗ്രാമസഭകളിൽ നിന്ന് തുടങ്ങി അങ്ങനെ ആ ഒരു സമിതി ശുപാർശ ചെയ്തത് നമ്മുടെ ഈ ഒരു ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. അപ്പോൾ താഴെ തട്ടിൽ നിന്ന് മുകളിലേക്കുള്ള പ്രവർത്തനത്തിന് ശുപാർശ ചെയ്ത സമിതി എന്ന് പറയുന്നത് നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷനാണ്. ഓക്കെ ആണല്ലോ? എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമസഭകളിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് ആ ഒരു പ്രവർത്തനത്തിന് ശുപാർശ ചെയ്ത സമിതി എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷനാണ്. ഓക്കെ, ഒരു പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിനു കീഴിൽ നിർമ്മിക്കാൻ ശുപാർശ ചെയ്തത് നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷനാണ്. വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജി അതോറിറ്റി WGEA ഇങ്ങനെ ഒരു പരിസ്ഥിതി അതോറിറ്റി, ഒരു പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി 1956 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന് കീഴിൽ, നമ്മൾ ഈ പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന് കീഴിൽ ഒരു പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി രൂപീകരിക്കുവാൻ ശുപാർശ ചെയ്തത് ആരാണ്? നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷനാണ്. നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷനാണ് അങ്ങനെ ശുപാർശ ചെയ്തത്. ഓക്കെ ആണല്ലോ? അടുത്ത്, പശ്ചിമഘട്ടത്തിലെ പരിപൂർണ പരിസ്ഥിതി ലോല സ്വഭാവം വികസന ഊർജ പദ്ധതികളെ
തകിടം മറിക്കുമെന്ന് കാട്ടി സംസ്ഥാന സർക്കാർ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർത്തു. എന്താണ് ഗാഡ്ഗിൽ കമ്മീഷൻ പറഞ്ഞത്? വളരെ ശരിയാണ്. ഇപ്പോൾ നമ്മുടെ ഇടയ്ക്ക് പ്രശ്നമൊക്കെ ഉണ്ടായി അറിഞ്ഞല്ലോ, നമ്മുടെ പല ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നിങ്ങൾ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ പശ്ചിമഘട്ടത്തിലെ പരിപൂർണ പരിസ്ഥിതി ലോല സ്വഭാവം എന്ത് ചെയ്യുന്നു? അങ്ങനെ എല്ലാം പരിസ്ഥിതി ലോല പ്രദേശമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? അത് വികസന ഊർജ പദ്ധതികളെ തകിടം മറിക്കും. അവിടെ വികസന പദ്ധതികൾ കൊണ്ട് അല്ലെങ്കിൽ വികസന പദ്ധതികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു? നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു? ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർത്തു. മനസ്സിലായല്ലോ. അപ്പോൾ ഗാഡ്ഗിൽ കമ്മീഷൻ പറഞ്ഞത് എന്താണ്? നമ്മുടെ പശ്ചിമഘട്ട മേഖലകളിൽ മുഴുവൻ മലകളെയും എന്ത് ചെയ്യണം? പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് എന്ത് ചെയ്യണം? മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്താണ് പറഞ്ഞത്? അങ്ങനെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മലകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ നമുക്ക് വികസന ഊർജ പദ്ധതികൾ നടത്താൻ പറ്റില്ല. അങ്ങനെ നടത്തി കഴിഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ ഒരു പദ്ധതികൾ എന്ത് ചെയ്യും? തകിടം മറിയും എന്നുള്ള ആ ഒരു ഇതാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ വച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ അവരുടെ സൈഡ് നോക്കി നമ്മുടെ ഗാഡ്ഗിൽ എന്ത് ചെയ്തു? മാധവ് ഗാഡ്ഗിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ആ ഒരു സംരക്ഷണമാണ് നോക്കിയത്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ പരിപൂർണ പരിസ്ഥിതി ലോല സ്വഭാവം വികസന ഊർജ പദ്ധതികളെ തകിടം മറിക്കുമെന്ന് കാട്ടി സംസ്ഥാന സർക്കാർ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർത്തു. അപ്പോൾ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കാത്തതിൻ്റെ ഇപ്പോൾ ഓരോ നമ്മുടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോഴും ഈ ഒരു റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ന്യൂസ് ചാനലൊക്കെ ചർച്ചകൾ വയ്ക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് എന്ത് ചെയ്യാം? നോക്കി പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞത് 2010. അതേപോലെ അത് ഒന്നാമത് പറയുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയാണ് നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റി. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റിയിട്ടുള്ള പഠനം നടത്താനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഏത് കമ്മിറ്റി? നമ്മുടെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എന്താണ്? കേരളത്തിലെ 12 താലൂക്കുകൾ പൂർണ്ണമായിട്ടും 2 താലൂക്കുകൾ ഭാഗികമായിട്ടും എന്താണ്? പരിസ്ഥിതി ലോല മേഖലയാണ്. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? നമുക്കറിയാം, പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ്. പ്രാഥമിക ലക്ഷ്യം പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വേർതിരിക്കുകയും അവയുടെ സംരക്ഷണത്തിലുള്ള നടപടികൾ ശുപാർശ ചെയ്യുക. ഇതാണ് നമ്മുടെ ആ ഒരു നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ എന്താണ്? പ്രധാന ധർമ്മമെന്ന് പറയുന്നത്. അപ്പോൾ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് സമർപ്പിച്ചു? 2011 ഓഗസ്റ്റ് 31. ഗാഡ്ഗിൽ കമ്മീഷൻ മുന്നോട്ട് വച്ച പ്രധാന ശുപാർശകളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഓഗസ്റ്റ് 2011 മുതൽ മലനിരകളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് മാറ്റാൻ എന്ത് ചെയ്തു? ഗാഡ്ഗിൽ കമ്മീഷൻ ശുപാർശ ചെയ്തു. അപ്പോൾ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയാണ് എന്ത് ചെയ്തത്? അത് ശുപാർശ ചെയ്ത്. ഓക്കെ, അത് കറക്റ്റാണ്. ഓക്കെ, പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയെ നിയമിച്ചത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പാണ്. പശ്ചിമഘട്ട അതിർത്തിയിലെ 142 താലൂക്കുകൾ എന്ത് ചെയ്തു? പരിസ്ഥിതി ലോല മേഖലകൾ എക്കോ സെൻസിറ്റീവ് സോണാക്കിയിട്ട് വേർതിരിച്ചു. 1, 2, 3 ഇങ്ങനെ വേർതിരിച്ചു. എല്ലാ തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരിക്കുന്ന മേഖലയാണ് നമ്മുടെ 1ാം മേഖല. അതേപോലെ തന്നെ പുതിയ വൻകിട അണക്കെട്ടുകൾ അനുവദിക്കരുത് എന്ന് ശുപാർശ ചെയ്ത മേഖലയുമാണ് 1ാം മേഖല. കേരളത്തിൻ്റെ ആതിരപ്പള്ളി പദ്ധതിയും കർണാടകത്തിൻ്റെ ഗുണ്ടിയ ജലവൈദ്യുത പദ്ധതിയും ഈ ഒരു 1ാം മേഖലയിലാണ് നിലനിൽക്കുന്നത്. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകണ്ട എന്ന് പറഞ്ഞ കമ്മീഷനാണ് നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷൻ. താഴെ തട്ടിൽ നിന്ന് മുകളിലേക്കുള്ള പ്രവർത്തനത്തിന് ഗ്രാമസഭകളിൽ നിന്ന് തുടങ്ങി സമിതി ശുപാർശ ചെയ്തു. ഒരു പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിനു കീഴിൽ നിർമ്മിക്കാൻ ശുപാർശ ചെയ്തത് നമ്മുടെ മാധവ് ഗാഡ്ഗിൽ കമ്മീഷനാണ്. പശ്ചിമഘട്ടത്തിലെ പരിപൂർണ പരിസ്ഥിതി ലോല സ്വഭാവം വികസന ഊർജ പദ്ധതികളെ തകിടം മറിക്കുമെന്ന് കാട്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു? ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർത്തു. അത് കഴിഞ്ഞ് ആര് വന്നു? നമ്മുടെ കസ്തൂരി രംഗൻ കമ്മിറ്റി വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കസ്തൂരി രംഗൻ കമ്മിറ്റിയെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ മാധവ് ഗാഡ്ഗിൽ 2010 വന്നു. കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് വന്നു? 2013 വന്നു. ശ്രദ്ധിക്കുക, 2010, ഇത് 2013. അപ്പോൾ കസ്തൂരി രംഗൻ കമ്മിറ്റി എന്നാണ് 2013 വന്നത്.
ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കുവാൻ രൂപീകരിച്ച കമ്മിറ്റിയാണ് നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റി. അപ്പോൾ നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ എന്ത് ചെയ്തു, സർക്കാർ, നമ്മുടെ സംസ്ഥാന സർക്കാർ എതിർത്തു. അപ്പോൾ എന്ത് ചെയ്തു, അത് പരിശോധിക്കാനായിട്ട് രൂപീകരിച്ച കമ്മിറ്റിയാണത് കസ്തൂരിരംഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റി നമ്മുടെ കേന്ദ്ര സർക്കാരാണ് നിയമിച്ചത്. ഓക്കെ, അപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കുവാനായിട്ട് രൂപീകരിച്ച കമ്മിറ്റിയാണ് ഏതാ, നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റി. ഓക്കെ, കസ്തൂരിരംഗൻ കമ്മിറ്റി 2013 ഓർത്ത് വെച്ചിരിക്കുക. കസ്തൂരിരംഗൻ കമ്മിറ്റി 2013, ഗാഡ്ഗിൽ കമ്മിറ്റി 2010. ആദ്യം ഗാഡ്ഗിൽ വന്നു, രണ്ടാമത് കസ്തൂരിരംഗൻ വന്നു, മൂന്നാമത് ആര് വരും, ഉമ്മൻ വരും. അപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കുവാൻ രൂപീകരിച്ച കമ്മിറ്റിയാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി. കസ്തൂരിരംഗൻ കമ്മിറ്റി അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്, ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ്. അപ്പോൾ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നറിയപ്പെട്ടിരുന്ന കമ്മിറ്റി ഏതാണ്, അത് നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഹൈ ലെവൽ കമ്മിറ്റി എന്ന് അറിയപ്പെട്ടിരുന്ന നമ്മുടെ ഏത് കമ്മിറ്റിയാണ്, നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ് ഹൈ ലെവൽ കമ്മിറ്റി എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ ആണല്ലോ, ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നറിയപ്പെട്ടിരുന്നത് കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ്. അടുത്ത് 59% മനുഷ്യവാസ കേന്ദ്രങ്ങളും കാർഷിക നിലങ്ങളും അടങ്ങിയ ഈ ഒരു 59% ഭൂമിയെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്നും 41% കുറഞ്ഞ ജനസംഖ്യാ ആഘാതവും ഉയർന്ന ജൈവ വൈവിധ്യവും അടങ്ങിയ ഭൂമിയെ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എന്നും വേർതിരിച്ച കമ്മിറ്റിയാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി. നമ്മൾ നേരത്തെ വേർതിരിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, 59% മനുഷ്യവാസ കേന്ദ്രങ്ങളും നമ്മൾ താമസിക്കുന്ന കേന്ദ്രങ്ങളും അതേപോലെ തന്നെ കാർഷിക നിലങ്ങളും അടങ്ങിയ ഭൂമിയെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്, എന്താണ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്നും 41% കുറഞ്ഞ ജനസംഖ്യ ആഘാതവും ഉയർന്ന ജൈവ വൈവിധ്യവും അടങ്ങിയ ഭൂമിയെ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എന്നും വേർതിരിച്ച കമ്മിറ്റിയാണ് നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റി. മനസ്സിലായല്ലോ, വേറെ ഒന്നുമില്ല, ഇവർ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്തത്, നമ്മുടെ ആ ഒരു ഭൂമി എന്ത് ചെയ്തത്, വേർതിരിച്ചത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്ന് പറയാം. നമ്മൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകൾ പറഞ്ഞു. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകളാണ്. ഒന്നാമത്തേത്, കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി ലോല പ്രദേശം എക്കോളജി സെൻസിറ്റീവ് സോൺ എത്രയാണ്, 37%. അപ്പോൾ അല്ലെങ്കിൽ ഇക്കോളജി സെൻസിറ്റീവ് ഏരിയ. ഓക്കെ, കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി ലോല പ്രദേശം എത്ര ശതമാനമാണ്, നമ്മുടെ 37%. എത്രയാണ്, 37% കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറയുന്നത് എത്രയാണ്, 37. ഖനനം, ക്വാറികൾ, മണൽ ഖനനം തുടങ്ങിയവ പൂർണ്ണമായിട്ട് നിരോധിച്ചു. അപ്പോൾ നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എന്ത് ചെയ്തു, ഖനനം ക്വാറികൾ, മണൽ ഖനനം എന്നിവ എന്ത് ചെയ്തു, പൂർണ്ണമായിട്ട് നിരോധിച്ചു. അപ്പോൾ ഖനനം, ക്വാറികൾ, മണൽ ഖനനം എന്നിവ പൂർണ്ണമായിട്ട് നിരോധിച്ചത് കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. പരിസ്ഥിതി അനുമതി സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ശുപാർശ ചെയ്തത് നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ്. അപ്പോൾ പരിസ്ഥിതി അനുമതി സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുവാനായിട്ട് ശുപാർശ ചെയ്തതാരാണ്, നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ്. ശ്രദ്ധിക്കുക, പരിസ്ഥിതി അനുമതി സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുവാനായിട്ട് ശുപാർശ ചെയ്തതാരാണ്, നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ്. ഓക്കെ, അടുത്ത് തെർമൽ പവർ പ്ലാന്റുകൾ പശ്ചിമഘട്ടത്തിൽ അനുവദിക്കാതിരിക്കുക എന്ന് പറഞ്ഞതും നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ്. എന്തൊക്കെയാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേ, കാരണം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ പെട്ടുപോകും. അപ്പോൾ തെർമൽ പവർ പ്ലാന്റുകൾ പശ്ചിമഘട്ടത്തിൽ അനുവദിക്കരുത് എന്ന് പറഞ്ഞത് കസ്തൂരിരംഗനാണ്. അപ്പോൾ തെർമൽ പവർ പ്ലാന്റുകൾ പശ്ചിമഘട്ടത്തിൽ അനുവദിക്കരുതേ എന്ന് പറഞ്ഞത് ആരാണ്, നമ്മുടെ കസ്തൂരിരംഗനാണ്. ജലവൈദ്യുത പദ്ധതികൾ പശ്ചിമഘട്ടത്തിൽ സമഗ്ര പഠനത്തിനു ശേഷം മാത്രം അനുവദിക്കുക. നേരത്തെ നമ്മുടെ ഗാഡ്ഗിൽ പറഞ്ഞ എന്താണ്, അത് ജലവൈദ്യുത പദ്ധതികൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ അനുവദിക്കാൻ പാടില്ല. എന്നാൽ കസ്തൂരിരംഗൻ എന്ന് പറഞ്ഞു, ജലവൈദ്യുത പദ്ധതികൾ പശ്ചിമഘട്ടത്തിൽ അനുവദിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, സമഗ്ര പഠനത്തിനു ശേഷം മാത്രം ആ പദ്ധതികൾ അവിടെ അനുവദിക്കുക എന്നാണ് ആര് പറഞ്ഞത്, കസ്തൂരിരംഗൻ പറഞ്ഞത്.
അടുത്ത് ജനവാസ മേഖലകളെയും കാർഷിക ഇടങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും ഒഴിവാക്കിയ കമ്മിറ്റിയാണ് നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റി. കറക്റ്റായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇത്രയും സമയം നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ്? ജനവാസ മേഖലകളെയും കാർഷിക ഇടങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും ഒഴിവാക്കിയ കമ്മിറ്റി. അതേത് കമ്മിറ്റിയാണ്? നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ്. ഓക്കെ. അടുത്ത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയ വില്ലേജുകൾ എത്രയാണ്? 123 വില്ലേജുകൾ എന്ത് ചെയ്തു? കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തി. അപ്പോൾ എന്താണ്? കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം എത്ര വില്ലേജുകൾ ഉൾപ്പെടുത്തി? പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി. 123 വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്ത നമ്മുടെ ഉമ്മൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് ഒന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാം? വായിച്ചങ്ങ് പോവാം. അപ്പോൾ കസ്തൂരിരംഗൻ കമ്മിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. 2013 കസ്തൂരിരംഗൻ കമ്മിറ്റി വന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കുവാനായിട്ട് രൂപീകരിച്ച കമ്മിറ്റിയാണ് നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റി. കസ്തൂരിരംഗൻ കമ്മിറ്റി അറിയപ്പെട്ടിരുന്ന എന്താണ്? ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 59% മനുഷ്യവാസ കേന്ദ്രങ്ങളും അതേപോലെ തന്നെ കാർഷിക നിലങ്ങളും അടങ്ങിയ ഭൂമിയെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്നും 41% കുറഞ്ഞ ജനസംഖ്യ ആഘാതവും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഭൂമിയെ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എന്നും വേർതിരിച്ച കമ്മിറ്റിയാണ് നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റി. ഓക്കെ. കസ്തൂരിരംഗൻ കമ്മിറ്റി മുന്നോട്ട് വെച്ച പ്രധാന ശുപാർശകൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറയുന്നത് അതിൻ്റെ 37%. ഖനനം, ക്വാറികൾ, മണൽ ഖനനം തുടങ്ങിയവ പൂർണ്ണമായിട്ട് ഇത് പ്രകാരം നിരോധിച്ചു. പരിസ്ഥിതി അനുമതി സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുവാൻ എന്ത് ചെയ്തു? നമ്മുടെ കസ്തൂരിരംഗൻ സമിതി ശുപാർശ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? തെർമൽ പവർ പ്ലാന്റുകൾ പശ്ചിമഘട്ടത്തിൽ അനുവദിക്കരുതേ എന്ന് പറഞ്ഞത് കസ്തൂരിരംഗനാണ്. ജലവൈദ്യുത പദ്ധതികൾ നിങ്ങൾക്ക് അനുവദിക്കാം. എപ്പോൾ മാത്രം? ആ ഒരു ജലവൈദ്യുത പദ്ധതി അവിടെ അനുവദിക്കണമെങ്കിൽ ഒരു സമഗ്രമായ പഠനം വേണം. ആ പഠനം നടത്തിയതിനു മാത്രം അനുവദിക്കാൻ പറഞ്ഞ എന്താണ്? നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ്. അടുത്ത് ജനവാസ മേഖലകളെയും കാർഷിക ഇടങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും ഒഴിവാക്കിയ കമ്മിറ്റിയാണ് നമ്മുടെ കസ്തൂരിരംഗൻ കമ്മിറ്റി. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയ വില്ലേജുകൾ എത്രയാണ്ടാ? 123 വില്ലേജുകൾ. കറക്റ്റായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ഇത്രയും പഠിച്ച് വന്നതൊക്കെ. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് എന്ത് ചെയ്യുക? കമൻറ്റുകളായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ ലാസ്റ്റ് കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. അതും എന്ന് വന്നു? 2013 വന്നത്. അപ്പോൾ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി എന്ന് വന്നു? 2013 വന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പഠിക്കുവാൻ കേരള സർക്കാർ രൂപീകരിച്ച സമിതിയാണ് ഇത്, നമ്മുടെ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. അപ്പോൾ നമ്മുടെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പഠിക്കുവാനായിട്ട് നമ്മുടെ കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണിത്, സമിതിയാണിത്, നമ്മുടെ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി എന്നാണ് 2013. ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ നിയമിച്ച കേരള മുഖ്യമന്ത്രി ആരായിരിക്കും? ഉമ്മൻചാണ്ടിയാണ് നമ്മുടെ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ നിയമിച്ച കേരള മുഖ്യമന്ത്രി. ആരാണ്? ഉമ്മൻചാണ്ടി. തുറന്നിട്ട വാതിൽ ആരുടെ ആത്മകഥയാണ്? നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ്. ഓക്കെ. അപ്പോൾ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ നിയമിച്ച കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഉമ്മൻചാണ്ടിയാണ്. ഓക്കെ. അടുത്ത് അപ്പോൾ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി മുന്നോട്ട് വച്ച പ്രധാന ശുപാർശകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പരിസ്ഥിതി ദുർബല പ്രദേശത്തിൽ, അതായത് എൻവയോൺമെൻ്റലി ഫ്രജൈൽ ലാൻഡ്, EFL, ഇതൊന്ന് നോക്കി വച്ചേക്കാം. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിത് പറയും. എന്താണ്? എൻവയോൺമെൻ്റലി ഫ്രജൈൽ ലാൻഡ്, EFL എന്ന് മാത്രമേ അങ്ങോട്ട് പോകുമ്പോൾ പറയുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കി വച്ചേക്കുക. ഓക്കെ. EFL എൻവയോൺമെൻ്റലി ഫ്രജൈൽ ലാൻഡ്. ഓക്കെ. അപ്പോൾ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ വാക്യങ്ങളിൽ മാറ്റം വരുത്തുവാൻ സർക്കാരിനോട് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണെന്ത്? നമ്മുടെ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. അപ്പോൾ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ പ്രദേശങ്ങളിൽ മാറ്റം വരുത്തുവാൻ, ആ ഒരു ക്ലസ്റ്റേഴ്സുകളിൽ മാറ്റം വരുത്തുവാൻ സർക്കാരിനോട് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഇത്, നമ്മുടെ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത EFL നിശ്ചയിക്കുവാൻ കമ്മിറ്റി ഉപഗ്രഹ സർവേ നടത്തി. ഞാൻ പറഞ്ഞല്ലോ EFL എന്താണ്? എൻവയോൺമെൻ്റലി ഫ്രജൈൽ ലാൻഡ്. അപ്പോൾ ഈ ഒരു പ്രദേശം EFLൽ ഉൾപ്പെടുമോ എന്ന് നിശ്ചയിക്കുവാൻ ഈ ഒരു ഉമ്മൻ കമ്മിറ്റി എന്ത് ചെയ്തു? ഉപഗ്രഹ സർവേ നടത്തി. അപ്പോൾ ഒരു പ്രദേശം
EFLൽ എൻവയോൺമെൻ്റലി ഫ്രജൈൽ ലാൻഡ് ആണോ അല്ലയോ എന്ന് നിശ്ചയിക്കുവാനായിട്ട് നമ്മുടെ വുമൻ കമ്മിറ്റി എന്ത് ചെയ്തു? ഉപഗ്രഹ സർവേ നടത്തി. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിർത്താൻ കമ്മിറ്റി ശുപാർശ ചെയ്തു. അപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കുവാൻ പറഞ്ഞു, അത് നിർത്താനായിട്ട് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? അത് വുമൻ കമ്മിറ്റിയാണ്. അപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിർത്തുവാൻ പറഞ്ഞ കമ്മിറ്റി ഏതാണ്? വുമൻ കമ്മിറ്റിയാണ്. സമിതി കർഷക അനുകൂല ശുപാർശകൾ നടത്തി. അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും. കാരണം എന്താണ്? നമ്മുടെ കേരള ഗവൺമെൻറ് കർഷകർക്ക് ആ ഒരു ലെവലിൽ നിൽക്കുന്നങ്ങ് ഓർമ്മിച്ചാൽ നോക്കി. അപ്പോൾ സമിതി, നമ്മുടെ വുമൻ സമിതി എന്ത് ചെയ്തു? കർഷക അനുകൂല ശുപാർശകൾ നടത്തി. ജനവാസ മേഖലകളെയും തോട്ടങ്ങളെയും ESAയുടെ പരിധിയിൽ നിന്നും മാറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ ജനവാസ മേഖലകളെയും അതേപോലെ തന്നെ തോട്ടങ്ങളെയും എന്ത് ചെയ്തു? ESAയുടെ പരിധിയിൽ നിന്നും മാറ്റി. ഓക്കെ ആണല്ലോ? ഓക്കെ. മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ പറഞ്ഞ ESA പ്രദേശങ്ങളിൽ ഫീൽഡ് സർവേ നടത്തി. വനഭൂമിയും മനുഷ്യവാസ മേഖലയും തരംതിരിക്കുവാനും സമിതി ശുപാർശ ചെയ്തു. അപ്പോൾ വുമൻ കമ്മിറ്റി വരുമ്പോൾ അവരെന്താണ് ചെയ്തത്? അവർ ചെയ്തത് നമ്മുടെ ആദ്യത്തെ മാധവ് ഗാഡ്ഗിൽ അതേപോലെ തന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ പറഞ്ഞ എന്ത് ചെയ്തു? ESA പ്രദേശങ്ങളിൽ ഇവരെന്ത് ചെയ്തു? നമ്മുടെ വുമൻ കമ്മിറ്റി നമ്മുടെ ആദ്യത്തെ അവരുടെ 2 പ്രദേശങ്ങളിലും ഫീൽഡ് സർവേ നടത്തി. അതേപോലെ തന്നെ എന്ത് ചെയ്തു? വനഭൂമിയും മനുഷ്യവാസ മേഖലയും തരംതിരിക്കുവാനും നമ്മുടെ വുമൻ സമിതി ശുപാർശ ചെയ്തു. മനുഷ്യവാസ കേന്ദ്രങ്ങളെ ESA കാറ്റഗറിയിൽ നിന്ന് മാറ്റണം എന്ന് ശുപാർശ ചെയ്തത് വുമൻ കമ്മിറ്റിയാണ്. അപ്പോൾ മനുഷ്യവാസ കേന്ദ്രങ്ങളെ ESA കാറ്റഗറിയിൽ നിന്നും മാറ്റണം എന്ന് ശുപാർശ ചെയ്ത ആരാണ്? നമ്മുടെ വുമൻ കമ്മിറ്റിയാണ്. ഈ റിപ്പോർട്ട് പ്രകാരം വനത്തിൽ മൃഗങ്ങൾ കയറാതിരിക്കുവാനായിട്ട് വേലികൾ കെട്ടണമെന്ന് ശുപാർശ ചെയ്തു. അപ്പോൾ ഏത് നമ്മുടെ കമ്മിറ്റി പ്രകാരമാണ് നമ്മുടെ വേലികൾ കെട്ടണമെന്ന് പറയുന്ന ശുപാർശ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ വുമൻ കമ്മിറ്റി പ്രകാരം. ശ്രദ്ധിക്കുക, നമ്മുടെ വുമൻ റിപ്പോർട്ട് പ്രകാരം എന്ത് ചെയ്തു? വനത്തിൽ മൃഗങ്ങൾ കയറാതിരിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വനത്തിൽ മൃഗങ്ങൾ കയറാതിരിക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? വേലികൾ കെട്ടണമെന്ന് ശുപാർശ ചെയ്തു. ഫോറസ്റ്റ് ആർ ഷുഡ് ബി ഫെൻസ്ഡ് ടു പ്രിവെൻറ്റ് ദ ആനിമൽസ് സ്ട്രേയിങ് ഇൻറ്റു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേലികൾ കെട്ടണമെന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ വുമൻ കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വുമൻ കമ്മിറ്റി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വായിച്ചിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഓരോ ടോപ്പിക്കും കറക്റ്റായിട്ട് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് ഇരിക്കുക. അപ്പോൾ വുമൻ കമ്മിറ്റി 2013 വന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പഠിക്കുവാനായിട്ട് കേരള സർക്കാർ രൂപീകരിച്ച സമിതിയാണ് നമ്മുടെ വുമൻ കമ്മിറ്റി എന്ന് പറയുന്നത്. വുമൻ കമ്മിറ്റിയെ നിയമിച്ച കേരള മുഖ്യമന്ത്രി ആരാണ്? നമുക്കറിയാം, അത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ വുമൻ കമ്മിറ്റി മുന്നോട്ട് വച്ച പ്രധാന ശുപാർശകളാണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു, പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ ആ ഒരു പ്രദേശങ്ങളിലെ ക്ലസ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ? മാറ്റം വരുത്തുവാൻ സർക്കാരിനോട് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് വുമൻ കമ്മിറ്റി. EFL നിശ്ചയിക്കുവാൻ, EFL എന്ന് പറയുമ്പോൾ എൻവയോൺമെൻ്റലി ഫ്രജൈൽ ലാൻഡ് നിശ്ചയിക്കുവാൻ വുമൻ കമ്മിറ്റി എന്ത് ചെയ്തു? ഉപഗ്രഹ സർവേ നടത്തി. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിർത്താൻ കമ്മിറ്റി എന്ത് ചെയ്തു? ശുപാർശ ചെയ്തു. വുമൻ സമിതി എന്ത് ചെയ്തു? കർഷക അനുകൂല ശുപാർശകളാണ് നടത്തിയത്. എന്ന് പറയുമ്പോൾ ജനവാസ മേഖലകളെയും തോട്ടങ്ങളെയും എന്ത് ചെയ്തു? ESAയുടെ പരിധിയിൽ നിന്നും എന്ത് ചെയ്തു? വുമൻ കമ്മിറ്റി എടുത്ത് കളഞ്ഞു. മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ പറഞ്ഞ ESA പ്രദേശങ്ങളിൽ ഫീൽഡ് സർവേ നടത്തി. അതേപോലെ തന്നെ വനഭൂമിയും മനുഷ്യവാസ മേഖലയും തരംതിരിക്കുവാനും എന്ത് ചെയ്തു? വുമൻ സമിതി ശുപാർശ ചെയ്തു. മനുഷ്യവാസ കേന്ദ്രങ്ങളെ ESA കാറ്റഗറിയിൽ നിന്നും മാറ്റണമെന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് നമ്മുടെ വുമൻ കമ്മിറ്റി. ഈ റിപ്പോർട്ട് പ്രകാരം വനത്തിൽ മൃഗങ്ങൾ കയറാതിരിക്കുവാൻ എന്ത് ചെയ്യണം? വേലികൾ കെട്ടണമെന്ന് ശുപാർശ ചെയ്തു. ഫോറസ്റ്റ് ആർ ഷുഡ് ബി ഫെൻസ്ഡ് ടു പ്രിവെൻറ്റ് ദ ആനിമൽസ് സ്ട്രേയിങ് ഇൻറ്റു ഇറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കമ്മിറ്റികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞു 2010, കസ്തൂരിരംഗൻ പറഞ്ഞു 2013, വുമൻ കമ്മിറ്റി പറഞ്ഞു എന്നാണ്, അതും 2013 കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് വനങ്ങളുടെ സ്ഥിതി, ലോകം, ഇന്ത്യ, കേരളം. അപ്പോൾ ഓരോ നമ്മുടെ ലോകത്തെ വനം, ഇന്ത്യയിലെ വനം, കേരളത്തിലെ വനം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അല്ല, നോർമലി നമ്മുടെ അതിൻ്റെയൊക്കെ വനങ്ങളുടെ സിറ്റുവേഷൻ, അതിൻ്റെ ഒരു സ്ഥിതി, അതാണ് നമുക്കിപ്പോൾ പഠിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് ലോകം, വനങ്ങൾ, അല്ലെങ്കിൽ വനങ്ങൾ, ലോകം. അതാണ് നമുക്കിപ്പോൾ പഠിക്കേണ്ടത്. ഓക്കെ, ലോകത്തിലെ വനങ്ങളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ടോപ്പിക്കിലൂടെ പഠിക്കാം. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ
വേൾഡ് കൺസർവേഷൻ മോണിറ്ററിംഗ് സെൻറ്ററിൻ്റെ വനവർഗീകരണ രീതി പ്രകാരം ഉഷ്ണമേഖലാ പ്രദേശത്ത് കാണപ്പെടുന്ന നിത്യഹരിത വനങ്ങൾക്ക് പറയുന്നത് എന്തെന്ന് പറയും? റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ മഴക്കാടുകൾ എന്ന് പറയും. ഒന്നുകൂടി ഞാൻ പറയാം. യുണൈറ്റഡ് നേഷൻസ് അറിയാമല്ലോ, യുണൈറ്റഡ് നേഷൻസിൻ്റെ എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ വേൾഡ് കൺസർവേഷൻ മോണിറ്ററിംഗ് സെൻറ്ററിൻ്റെ അവരൊരു വന വർഗീകരണ രീതിയുണ്ട്. ആ ഒരു രീതി പ്രകാരം ഉഷ്ണമേഖലാ പ്രദേശത്ത് കാണപ്പെടുന്ന നിത്യഹരിത വനങ്ങൾക്ക്, നിത്യഹരിത വനങ്ങൾ എന്ന് പറയുമ്പോൾ അതേതായിരിക്കും? അത് മഴക്കാടുകളായിരിക്കും, റെയിൻ ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് പ്രധാനമായും ഭൂമധ്യരേഖയ്ക്ക് സമീപത്തായി കാണപ്പെടുന്ന വനവിഭാഗമാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ, അല്ലെങ്കിൽ നമ്മൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയും. നമ്മളിതൊക്കെ മുമ്പ് നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ പ്രധാനമായിട്ടും ഭൂമധ്യരേഖയ്ക്ക് സമീപത്തായിട്ട് കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? അത് ഉഷ്ണമേഖല മഴക്കാടുകളാണ്, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയും ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയും. നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിക്കുന്ന വൃക്ഷങ്ങളും ഒരുപോലെ കാണപ്പെടുന്ന വനമാണ് അർദ്ധ നിത്യഹരിത വനം. അപ്പോൾ നിത്യഹരിത വൃക്ഷങ്ങളും അതേപോലെ തന്നെ ഇല പൊഴിക്കുന്ന വൃക്ഷങ്ങളും ഒരുപോലെ, രണ്ടും ഒരുപോലെ, നിത്യഹരിത വൃക്ഷങ്ങളുമുണ്ട്, ഇല പൊഴിക്കുന്ന വൃക്ഷങ്ങളുമുണ്ട്. ഇത് രണ്ടും ഒരുപോലെ കാണപ്പെടുന്ന വനങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? അർദ്ധ നിത്യഹരിത വനമെന്ന് പറയും. ഒക്കെയാണല്ലോ. അപ്പോൾ ഹരിത വൃക്ഷങ്ങളും ഇല പൊഴിക്കുന്ന വൃക്ഷങ്ങളും ഒരുപോലെ കാണപ്പെടുന്ന ഒരു വനമുണ്ടെങ്കിൽ ആ വനത്തെ എന്തെന്ന് പറയും? അർദ്ധ നിത്യഹരിത വനമെന്ന് പറയും. ഒക്കെയാണല്ലോ. അടുത്ത് സമുദ്രത്തിൽ നിന്നും വളരെ ഉയരത്തിലുള്ള പുൽമേടുകളും നിത്യഹരിത വൃക്ഷങ്ങളും ഇടകലർന്ന് കാണപ്പെടുന്ന വനത്തെ നമ്മൾ എന്തെന്ന് പറയും? ശോലവനമെന്ന് പറയും. അപ്പോൾ സമുദ്രം അറിയാലോ, സമുദ്രത്തിൽ നിന്നും വളരെ ഉയരത്തിലുള്ള പുൽമേടുകൾ നിങ്ങൾക്കറിയാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുൽമേടുകളും നിത്യഹരിത വൃക്ഷങ്ങളും ഇടകലർന്ന്, പുൽമേടുകളും കാണും, നിത്യഹരിത വൃക്ഷങ്ങളും കാണും. ഇത് രണ്ടും ഇടകലർന്ന് കാണപ്പെടുന്ന വനങ്ങൾ എന്തെന്ന് പറയും? ശോലവനങ്ങളെന്ന് പറയും. അപ്പോൾ സമുദ്രത്തിൽ നിന്നും വളരെ ഉയരത്തിലാണ്, അവിടെ പുൽമേടുകളുണ്ട്. ഈ പുൽമേടുകൾക്കിടയിൽ എന്തും കാണും? നിത്യഹരിത വൃക്ഷങ്ങളും കാണും. ഇതിങ്ങനെ ഇടകലർന്ന്, ചിലപ്പോൾ ഇരുന്ന് നിത്യഹരിത വനങ്ങൾ കാണും, കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും? പുൽമേടുകൾ കാണും. ചിലപ്പോൾ നിത്യഹരിത വനങ്ങൾ, പുൽമേടുകൾ, ഇങ്ങനെ ഇടകലർന്ന് കാണപ്പെടുന്ന വനങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ശോലവനങ്ങളെന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്ത് സമുദ്രനിരപ്പിൽ നിന്നും 600 മീറ്ററിനും 1600 മീറ്ററിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും എപ്പോഴും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷത്തോടു കൂടിയതുമായ വനം. അപ്പോൾ ഒന്നുകൂടി പറയാം. സമുദ്രനിരപ്പിൽ നിന്നും 600 മീറ്ററിനും 1100 മീറ്ററിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും എപ്പോഴും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷത്തോടു കൂടിയതുമായ വനമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനം. മനസ്സിലായല്ലോ. സമുദ്രനിരപ്പിൽ നിന്ന് 600 മീറ്ററിനും അതേപോലെ തന്നെ 1100 മീറ്ററിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന, എപ്പോഴും ആ ഒരു വനത്തിൽ കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴും ഈർപ്പം നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും. ആ ഒരു വനത്തിൽ നമ്മളിപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും എന്തായിരിക്കും? ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ഈർപ്പമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തോടു കൂടി ആയിട്ടുള്ള ഒരു വനമാണെന്ത്? ഉഷ്ണമേഖല നിത്യഹരിത വനമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ആ ഒരു ഈർപ്പമുള്ള നമ്മുടെ ആ ഒരു വനത്തെ നമ്മൾ എന്തെന്ന് പറയും? ഉഷ്ണമേഖല നിത്യഹരിത വനമെന്ന് പറയും. ലോകത്തെ വനങ്ങളുടെ ഭൂരിഭാഗവും ട്രോപ്പിക്കൽ ഫോറസ്റ്റ് വനങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ലോകം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും ആരാണ്? നമ്മുടെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് വനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഭൂമിയെ ടോട്ടലായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഭൂരിഭാഗവും ആരാണുള്ളത്? ട്രോപ്പിക്കൽ ഫോറസ്റ്റ് വനങ്ങളാണ്. അവന്മാരാണ് അവിടെ കൂടുതൽ ഉള്ളത്. ആരാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് വനങ്ങൾ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ 2020 ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സ് അസസ്മെൻറ്റ് പ്രകാരം 1990 മുതൽ ലോകത്താകമാനം വനനശീകരണത്തിലൂടെ നഷ്ടപ്പെട്ടത് 420 മില്യൺ ഹെക്ടർ വനമാണ്. ഇതൊന്നും ചോദിക്കില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വായിച്ചു പോകാം. അപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ 2020 ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സ് അസസ്മെൻറ്റ് പ്രകാരം 1990 മുതൽ ലോകത്താകമാനം വനനശീകരണത്തിലൂടെ നഷ്ടപ്പെട്ടത് എത്രയാണ്? 420 മില്യൺ ഹെക്ടർ വനമാണ്. ജസ്റ്റ് നമ്മൾ കേട്ടിരുന്നത്. അതൊക്കെ. അടുത്ത് ലോകത്തിലെ പകുതിയിലധികം വനങ്ങളും കാണപ്പെടുന്ന 5 രാജ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ലോകത്തിൽ വനങ്ങളുണ്ടല്ലോ, ഈ വനങ്ങൾ പകുതിയിലധികം കാണപ്പെടുന്നത് 5 രാജ്യങ്ങളിലായിട്ടാണ്. ഏതൊക്കെയാണ് ആ 5 രാജ്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്? ബ്രസീലിലുണ്ട്, കാനഡയിലുണ്ട്, ചൈനയിലുണ്ട്, റഷ്യൻ ഫെഡറേഷനിലുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, നമ്മുടെ US. അപ്പോൾ ലോകത്തിലെ പകുതിയിലധികം വനങ്ങളും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 5 രാജ്യങ്ങളാണ് ബ്രസീൽ, കാനഡ, ചൈന,
റഷ്യൻ ഫെഡറേഷൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഓക്കെ, അടുത്ത് ലോകത്തിലെ മൂന്നിലൊന്നിലധികം, അതായത് 34% വനങ്ങൾ പ്രാഥമിക വനങ്ങളാണ്. അപ്പോൾ മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/3. അപ്പോൾ ലോകത്തിലെ 1/3, അതായത് 34% വനങ്ങളും എന്താണ്? പ്രാഥമിക വനങ്ങളാണ്. വനങ്ങളുടെ ജൈവ വൈവിധ്യം വനതരം, ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്കനുസരിച്ച് ഗണ്യമായിട്ട് വ്യത്യാസപ്പെടുന്നു. നമുക്കറിയാമല്ലോ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അവിടെ കാണുന്ന മണ്ണായിരിക്കില്ല നമ്മൾ തമിഴ്നാട് പോകുമ്പോൾ നമ്മുടെ ഇവിടെ കാണുന്ന ആ ഒരു മരമായിരിക്കില്ല. ചെറിയ വ്യത്യാസങ്ങൾ വേറെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണും. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ വനങ്ങളുടെ ജൈവ വൈവിധ്യം വനതരം, ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്കനുസരിച്ച് ഗണ്യമായിട്ട് വ്യത്യാസപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടായ, അറിയാലോ ഏതാണ്? ആമസോണാണ്. ആമസോൺ മഴക്കാടുകൾ ഒട്ടനവധി പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് നമുക്കറിയാം ആമസോൺ മഴക്കാടുകൾ. പല ജീവിവർഗ്ഗങ്ങളും അവിടെയുണ്ട്. നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ലാത്ത പല ജീവിവർഗ്ഗങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു മഴക്കാടുകൾ എന്താണ്? ഒട്ടനവധി പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അടുത്ത് മഴക്കാടുകളിലെ മരങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതിനാൽ ആമസോൺ മഴക്കാടുകളെ ഭൂമിയുടെ ശ്വാസകോശമെന്ന് വിളിക്കുന്നു. നമുക്കറിയാം, അപ്പോൾ മഴക്കാടുകളിലെ മരങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതിനാൽ ആമസോൺ മഴക്കാടുകളെ എന്തെന്ന് പറയുന്നു? ഭൂമിയുടെ ശ്വാസകോശമെന്നാണ് വിളിക്കുന്നത്. ആരാണ് നമ്മുടെ ആമസോൺ മഴക്കാടുകൾ? ആമസോൺ മഴക്കാടുകൾ ലോകത്തിന് ഓക്സിജൻ്റെ 20% സംഭാവന ചെയ്യുന്നു. അപ്പോൾ ആമസോൺ മഴക്കാടുകൾ നമ്മുടെ ലോകത്തിന് ഓക്സിജൻ്റെ എത്ര ശതമാനം സംഭാവന ചെയ്യുന്നു? 20% ഓക്സിജൻ നമ്മുടെ ആമസോൺ മഴക്കാടുകളാണ് നമ്മുടെ ലോകത്തിന് സംഭാവന ചെയ്യുന്നത്. എത്രയാണ്? 20%. ജസ്റ്റ് ഇതൊക്കെ കേട്ടിരിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓവർ ചിന്തിച്ച് പോകേണ്ടത്. അടുത്ത് ഭൂമിയുടെ സുസ്ഥിരതയ്ക്ക് അത്യാവശ്യമായ ദശലക്ഷക്കണക്കിന് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് നമ്മുടെ ആമസോൺ കാടുകൾ. അപ്പോൾ ഭൂമിയുടെ സുസ്ഥിരതയ്ക്ക് അത്യാവശ്യമായ ദശലക്ഷക്കണക്കിന് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണിത് നമ്മുടെ ആമസോൺ കാടുകൾ. 2019 ആമസോൺ മഴക്കാടുകളിലെ കാട്ടുതീ മൂലം ഭൂമിയുടെ താപത്തിന് ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കാണുന്നതാണല്ലോ, പല രാജ്യങ്ങളിലും പല സമയങ്ങളിലും വൻ രീതിയിൽ കാട്ടുതീകൾ ഉണ്ടാകുന്നു. അപ്പോൾ 2019 നമ്മുടെ ആമസോണിൽ മഴക്കാടുകളിൽ കാട്ടുതീ ഉണ്ടാകുന്നു. 2019 അങ്ങനെ ആ കാട്ടുതീ മൂലം ഭൂമിയുടെ താപത്തിന് ഗണ്യമായ വർധനവ് ഉണ്ടായി. ഓക്കെ, മുൻ വർഷങ്ങളിൽ ബ്രസീൽ 74,000-ലധികം കാട്ടുതീ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കാട്ടുതീ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവയിൽ അധികവും ആമസോൺ മഴക്കാടുകളിലാണ്. ഇതിൻ്റെ ഫലമായി വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെയധികം വർദ്ധിക്കുകയും മനുഷ്യർക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അറിയാമല്ലോ, ഒന്നുകൂടി വായിക്കാം. മുൻ വർഷങ്ങളിൽ ബ്രസീൽ 74,000-ലധികം കാട്ടുതീ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പല രാജ്യങ്ങളിലും കാട്ടുതീ ഉണ്ടാകുന്നുണ്ട്. ഇവയിലെ അധികവും ആമസോൺ മഴക്കാടുകളിലാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെയധികം വർദ്ധിക്കുന്നു. മനുഷ്യർക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും അത് ശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും. അടുത്ത പോയിന്റാണ്, ആഗോള താപനില അപകടകരമായ നിരക്കിൽ ഉയരുന്നതിൽ നിന്ന് തടയുന്നതിനും ആഗോള താപനില 1.5 മുതൽ 2 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ഉയരാതിരിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ആമസോൺ മഴക്കാടുകൾ നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആഗോള താപനില അപകടകരമായ നിരക്കിൽ ഉയരുന്നതിൽ നിന്ന് തടയുന്നതിനും ആഗോള താപനില 1.5 മുതൽ 2 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ഉയരാതിരിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ആമസോൺ മഴക്കാടുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിൾ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അടുത്ത്, ആമസോൺ മഴക്കാടുകളുടെ നാശം കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുകയും ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയെ കൂടുതൽ ക്രമരഹിതമാക്കുകയും ചെയ്യും. അറിയാമല്ലോ, 20% ഓക്സിജൻ നമുക്ക് കിട്ടുന്നത് ആമസോൺ കാടുകളിലാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ലോകത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കും. അപ്പോൾ ആമസോൺ മഴക്കാടുകളുടെ നാശം കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുകയും ലോകമെമ്പാടുമുള്ള കാലാവസ്ഥ അത് കൂടുതൽ ക്രമരഹിതമാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇത്രയും വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഇന്ത്യയിലെ വനങ്ങളെന്ന് പറയുന്ന ടോപ്പിക്കാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ കമൻറ്റുകൾ എന്ത് ചെയ്യുക, സജഷൻസ് എന്ത് ചെയ്യുക, കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കാണാം. ഓക്കെ.